വരുന്നതുണ്ടല്ലോ, ആര് തടഞ്ഞാലും നിൽക്കില്ലാന്ന്. അങ്ങനെയാണ് ഈ നല്ല കാലം വരിക എന്ന് പറയുന്നത്. 26 ജനുവരി തുടങ്ങിയപ്പോ എന്താ പറയട്ടെ, ആ പ്രേതത്തിന്റെ വീഡിയോക്ക് എത്ര വ്യൂസ് ആണെന്നറിയോ? നിങ്ങൾ പോലും അറിയില്ല, കേക്ക്. ഇപ്പൊ ഈ സമയത്തിന്റെ ഉള്ളില് എത്രയാണെന്നറിയോ? ജനുവരി തൊട്ട് ഒരൊറ്റ മാസം, ശരിക്കും ജനുവരി 1 തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ഫെബ്രുവരിയിലായിട്ടുള്ളൂ, 34,000 വ്യൂസ്. 34,000 വ്യൂസ്. ആ, എന്താ സംഭവം അറിയോ? എനിക്ക് തന്നെ അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ദൈവം അനുഗ്രഹിക്കുന്ന പോലെ പ്രേതവും അനുഗ്രഹിക്കും തോന്നുന്നു. അങ്ങനെ 34,000 വ്യൂസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതും ഈ ജനുവരി, ഈ 2026 ജനുവരി തൊട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് മോണിറ്റേഷൻ ആയ എൻ്റെ ചാനൽ, അതാണ് നമ്മൾ പ്രത്യേകിച്ച്. അത് ഇന്നാണ് 4,000 വാച്ച് ടൈം അവർ കംപ്ലീറ്റ് ആയി. മോണിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. மன்றம் வந்த தென்றலுக்கு வஞ்சம் வர நெஞ்சம் இல்லையோ, அன்பே என் அன்பே தொட்டவுடன் சுட்டதென்ன கட்டழகு பட்ட நிலவோ, கண்ணே என் கண்ணே பூபாலவே. ഹായ്, PK ഫാമിലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? എന്താണ്? ശിവരാത്രി അല്ലേ? അതല്ലാതെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താന്ന് വെച്ചല്ലേ, നമ്മുടെ സാക്ഷാൽ മഹാദേവൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. എന്താണ് കേട്ടോ പേടിപ്പിക്കുന്നത്? അതായത് ഈ ചാനൽ തുടങ്ങിയത് 2021 ഒരുപാട് കഷ്ടപ്പെട്ട് കുറേ വീഡിയോസ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ 4,000 അവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആ കംപ്ലീറ്റ് ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ എന്താവുമെന്നറിയോ? ആ വീഡിയോ പിന്നത്തെ വർഷം നമ്മൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം തൊട്ട് ആ വീഡിയോ നമ്മൾ ചെയ്യണ എത്രയാണോ ഉള്ളത് അതിൽ നിന്നെല്ലാം വാച്ച് ടൈം അവർ കുറഞ്ഞു വരും. അപ്പോൾ ഞാൻ 2021 ചാനൽ തുടങ്ങിയല്ലോ. എന്നിട്ട് 2021 കഴിഞ്ഞ് ഞാൻ ആ വർഷം ഞാൻ തുടങ്ങിയപ്പോൾ നവംബറിൽ ആ സമയത്താണ് തോന്നുന്നു തുടങ്ങി. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എപ്പോഴാ തുടങ്ങിയത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അല്ല, എന്നാലും അറിയണല്ലോ ഏകദേശം. അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ കാര്യം പറയട്ടെ കേട്ടാ, കോമഡി ആക്കാതെ. അപ്പോൾ തുടങ്ങിയതിന് ഒരു വർഷം ഞാൻ വീഡിയോ ചെയ്തിട്ട് വാച്ച് ടൈം അവർ കംപ്ലീറ്റ് ആയില്ല. 2,000 അത്രേ ആയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ വർഷവും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരുന്നു. ആളുകൾക്ക് എൻ്റെ വർത്തമാനം പറയുന്നത് ഭയങ്കര ബോറടി ആയതുകൊണ്ടാണ് വീഡിയോ പിന്നത്തെ വർഷം തൊട്ട് വാച്ച് ടൈം അവർക്ക് കുറഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ കുറേ 378 വീഡിയോ അങ്ങനെ എന്തോ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് വാച്ച് ടൈം അവർ വെറും 880 വന്ന് നിന്നു. മൊത്തം വാച്ച് ടൈം അവർ ഷോർട്ടും ലോങ്ങും കൂടി ചെയ്തിട്ട് ആകെ 4,000 വാച്ച് ടൈം അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലോങ് വീഡിയോയിൽ മാത്രമായിട്ട് 2,000 വാച്ച് ടൈം അവർ കംപ്ലീറ്റ് ആയാൽ അത് വീണ്ടും കുറഞ്ഞ് 800 ആയി. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, കാരണം വാച്ച് ടൈം അവർ കംപ്ലീറ്റ് ആവില്ലല്ലോ. നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഞാൻ പരിപാടി നിർത്തി. പക്ഷേ അതാ പറഞ്ഞ മഹാദേവനെ അനുഗ്രഹിച്ചു പറഞ്ഞത്. 2024 ഞാനൊരു കഥ പറഞ്ഞു. അതാണ് ഭയങ്കര ട്വിസ്റ്റ്. അതാണ് ഞാൻ പറയണത്, നമ്മൾക്ക് ഈ നല്ല കാലം വരുന്നതുണ്ടല്ലോ, ആര് തടഞ്ഞാലും നിൽക്കില്ല എന്ന്. അങ്ങനെയാണ് ഈ നല്ല കാലം വരിക എന്ന് പറയുന്നത്. 2024 ഞാനൊരു വർക്ക് ചെയ്ത ഹോസ്റ്റലിൽ നിന്ന ഒരു പ്രേതത്തിൻ്റെ അനുഭവം, ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥ 2024 നവംബറിലായിരുന്നു പറഞ്ഞത്. 2025 മുഴുവനും കഴിഞ്ഞു. ഞാൻ ആ 2025 കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 20, 30, കൂടിപ്പോയ 300 അത്രയൊക്കെ എന്താ പറയുക വ്യൂസേ വരുന്നുണ്ടായിരുന്നുള്ളൂ.
പക്ഷെ 2026 ജനുവരി തുടങ്ങിയപ്പോ എന്താ പറയട്ടെ, ആ പ്രേതം അതാ പറയുന്നത്, നമ്മൾക്ക് ചില സമയമുണ്ടല്ലോ ഈ നെഗറ്റീവ് എനർജി നമ്മളെ അനുഗ്രഹിക്കും. എന്താന്ന് പറഞ്ഞാല് നമ്മൾക്ക് എല്ലാവർക്കും ഈ പ്രേതത്തിനെ പേടിയാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രേതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. പക്ഷെ ദൈവം പോലെ എനിക്ക് തോന്നുന്നത് പ്രേതത്തിന്റെ. കാരണം എന്താ പറയാട്ടാ, ആ പ്രേതത്തിന്റെ വീഡിയോക്ക് എത്ര വ്യൂസ് ആണെന്നറിയോ? നിങ്ങൾ പോലും അറിയില്ല, കേക്ക്. ഇപ്പൊ ഈ സമയത്തിന്റെ ഉള്ളില് എത്രയാണെന്നറിയോ? ജനുവരി തൊട്ട് ഒരൊറ്റ മാസം, ശരിക്കും ജനുവരി 1 തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ഫെബ്രുവരിയിലായിട്ടുള്ളൂ 34,000 വ്യൂസ്. 34,000 വ്യൂസ്. ആ എന്താ സംഭവം അറിയോ? എനിക്ക് തന്നെ അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ദൈവം അനുഗ്രഹിക്കുന്ന പോലെ പ്രേതവും അനുഗ്രഹിക്കും തോന്നുന്നു. അങ്ങനെ 34,000 വ്യൂസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതും ഈ ജനുവരി, ഈ 2026 ജനുവരി തൊട്ടാണ് തുടങ്ങിയത്. നന്നായിട്ട് ആ വീഡിയോ നന്നായിട്ട് കയറാൻ തുടങ്ങി. എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ആ വീഡിയോ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങിയെന്ന് അറിയില്ല. അതിനകത്ത് വാച്ച് ടൈം അവർ ഞാൻ ഇപ്പൊ 10 മിനിറ്റ് മുമ്പ് നോക്കുമ്പോ 4,000 വാച്ച് ടൈം അവർ ആ ഒരൊറ്റ വീഡിയോയില്. അതല്ല, ഏത് മറ്റേ ഹോസ്റ്റലിൽ നിന്നിട്ട് തൂങ്ങി മരിച്ചു അതാ? അതായത് ആ വീഡിയോ റിയൽ ഗോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ടപ്പോ എല്ലാരും അല്ല, ഞാൻ അതല്ല പറയുന്നത്, ഈ 2024 ഇട്ട വീഡിയോ. ആ 1 മാസം അല്ല, 1 വർഷം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടും അതിനകത്ത് വാച്ച് ടൈം അവർ വന്നില്ല. പക്ഷേ ഒരൊറ്റ മാസം കൊണ്ട് അത്ഭുതം എന്നൊക്കെ പറയില്ലേ, എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഈ കഴിഞ്ഞ ജനുവരി തൊട്ട് ഈ ഫെബ്രുവരി ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ ആ ഒരു വീഡിയോക്കാണ് ഇപ്പോൾ എനിക്ക് മോണിറ്റേഷനായ എൻ്റെ ചാനല്. അതാണ് നമ്മൾ പ്രത്യേകിച്ച് അത് ഇന്നാണ് 4,000 വാച്ച് ടൈം അവർ കംപ്ലീറ്റായി. മോണിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം അതിൻ്റെ ഒരു കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെയോ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം എൻ്റെ വീഡിയോ പോയി കണ്ടു നോക്കിയാൽ അറിയാം, ദൈവമേ ഞാൻ തന്നെയാണോ ഇത് എന്നൊക്കെ തന്നെ എനിക്കെന്നെ ചിരി വരും. അമ്മാതിരി ഏട്ടൻ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ അതന്നെ ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടേ, നീ കാണിക്കുന്നതൊക്കെ കുഴപ്പമില്ല, പക്ഷെ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ കാണുന്നതാണ്, എൻ്റെ നാട്ടുകാർ കാണാൻ കുറച്ചൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അമ്മാതിരി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ചാനലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അതിന് ഒരു വലിയൊരു കാരണമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലാവും. എന്താണെന്നറിയോ? എന്താണ് ഏട്ടനറിയോ ഞാൻ ചാനൽ തുടങ്ങാനുള്ള കാരണം? എൻ്റെ പാട്ടാണ് പറയുക. അതന്നെ കാരണം. നമ്മൾക്കില്ലേ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച്, ഞാൻ ഇത്ര നേരം ഞാൻ തമാശയായിട്ട് പറഞ്ഞാലും ഇപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ദൈവം അനുഗ്രഹിച്ച് തരുന്ന ചില കഴിവുകളുണ്ട്. അതായത് ഏട്ടൻ ഇപ്പോൾ കണ്ടാൽ അറിയില്ല, ഒരു ഓട്ടോ ഡ്രൈവറാണ്, പാട്ടൊന്നും അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ദൈവസിദ്ധമായിട്ട് കിട്ടിയ ഒരു കഴിവെന്ന് പറയില്ലേ, അങ്ങനെ ഒരു കഴിവാണ് ഏട്ടന് പാട്ട് പാടാനുള്ളത്. അപ്പോൾ ആ കഴിവ് ആരിലെങ്കിലുമൊക്കെ എത്തണമെങ്കിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പം നന്നായിട്ട് എല്ലാവരുടെയും എന്താ പറയുക, ഇപ്പോൾ ചാൻസ് കിട്ടുമോ അതൊന്നുമല്ല, എല്ലാവരും അറിയണം ഇങ്ങനെ ഒരു പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത്. അത് നിങ്ങൾ വിചാരിക്കും ചുമ്മാ ഇപ്പം എല്ലാവരും പാട്ട് ഞാൻ മൂളിപ്പാട്ട് പാടും അങ്ങനെയാണല്ലോ, ഇത് അങ്ങനെയുള്ള പാട്ടൊന്നുമല്ല. അതായത് എന്താ പറയാ, അല്ല ഈ കരോക്കെ വെച്ചിട്ട് ഇപ്പോൾ താളവും ഭാവവും ബോധവും എല്ലാം കൂടി നമ്മൾ പറയില്ലേ സംഗതിയൊക്കെ ഇട്ട് പാടുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പാട്ട് പാടാനുള്ളൊരു കഴിവെന്ന് പറഞ്ഞു വെച്ചാൽ അത് നമുക്ക് ശരിക്കും ദൈവമായിട്ട് തരുന്നൊരു കഴിവാണ്. അപ്പോൾ ആ പാട്ട് ഇത്രയും നാളായിട്ട് നമ്മൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഇങ്ങനെ പാടുക, പിന്നെ അടുത്ത സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ അത് ആരിലെങ്കിലും എത്തിക്കണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം തുടങ്ങിയ ഒരു ചാനലാണ്. ആ ചാനൽ തുടങ്ങാനുള്ളൊരു കാരണമുണ്ട്. അതിന് മുമ്പ് ഏട്ടൻ്റെ ഞാൻ ഇത്രയും പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒരു പാട്ട് കേട്ടാൽ എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ പറയണതിൽ കാര്യമുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അതുകൊണ്ട് ആദ്യം നമുക്ക് ഏട്ടൻ്റെ ഒരു 4 വരി പാട്ട് കേട്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. റെഡിയല്ലേ? ഞാൻ ഇത്രയും പറഞ്ഞതിന് നിങ്ങൾ എന്തായാലും ഞാൻ കേട്ടിട്ടുണ്ട് നന്നായി പാട്ട് പാടുന്നതാണ്. പിന്നെ ഇതിനകത്ത് ആദ്യം കുറേ വീഡിയോസൊക്കെ ഞാൻ പാട്ട് പാടി ഇട്ടിട്ടുണ്ട്. അത് പുതിയതായിട്ട് കുറേ പേര് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് കേട്ടോ നല്ലൊരു പാട്ട് പാടട്ടോ. ഞാൻ ഒന്നാമത്തത് വീഡിയോയിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പാട്ട് പാടാൻ പറയുമ്പോഴേ
എന്താ പറയാ, സ്റ്റേജിൽ ഒരുപാട് ആൾക്കാരുടെ മുമ്പ് പാടുന്ന പോലെ ഒരു ഫീല്. അല്ല ഇനിയിപ്പോൾ നമ്മൾക്കിപ്പോൾ ശരിക്കും മോണിറ്റേഷനൊക്കെ ആയി ഞങ്ങൾ സ്ഥിരമായിട്ട് വ്ളോഗ് വീഡിയോസൊക്കെ ആയിട്ട് വരും. ഫാമിലി വ്ളോഗ് എന്നാണ് എന്തായാലും PK ഫാമിലി വ്ളോഗാണല്ലോ. അപ്പോൾ ഫാമിലി വ്ളോഗായിട്ട് നമ്മൾ വരുമ്പോൾ ഏട്ടൻ്റെ പാട്ടായിരിക്കും അധികം എല്ലാവരും ഇനി ചോദിച്ചു വരണം, ഏട്ടനെ കൊണ്ടൊരു പാട്ട് പാടിക്കുമോ എന്ന്. അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം തന്നെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പാടുന്ന പാട്ട് നന്നായിട്ടുള്ള പറഞ്ഞു വെച്ചാൽ ഒരു കമന്റിൽ ഇങ്ങനെ അടിക്കും. അങ്ങനെയാണെങ്കിൽ കമന്റ് അടിക്കാം, നന്നായിട്ടില്ലെങ്കിൽ നന്നായിട്ടില്ലെന്ന് എന്നെ പറയണം. പക്ഷെ ഇത്രയും ബിൽഡപ്പ് ഒക്കെ തന്നിട്ട് പാട്ട് നന്നായിട്ട് പാടുന്നത് എൻ്റെ കയ്യിലാണ്. അതൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം പറഞ്ഞു. ശരി, ആദ്യം നിങ്ങളൊരു പാട്ട് പാടി, എന്നിട്ട് ആ പാട്ട് കഴിഞ്ഞ ശേഷം അറിയാലോ, എല്ലാവരും ഇപ്പൊ കാണുമല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ കൊറേ പേര് കമന്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ കാണുമ്പോ എന്തിനാണ് ചാനൽ തുടങ്ങിയത് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ കരോക്കെ വെച്ച് പാടണം, കരോക്കെ ഇല്ലല്ലോ. അയ്യോ കരോക്കെ വെച്ച് പാടണ്ട, കാരണം കരോക്കെ വെച്ച് പാടിക്കുന്ന കോപ്പറേറ്റ് വരും. നാച്ചുറലായിട്ട് പാടണല്ലേ. ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ? നീ പെട്ടെന്ന് ഇങ്ങനെ പാടാൻ പറയുമ്പോ എന്താ പറയാ, ലാഗ് അടിക്കണോ, അയ്യോ നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കണമെന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണെന്ന് ചോദിച്ചാൽ SPB സാറാണ്. അപ്പോൾ SPB സാറിൻ്റെ ഫസ്റ്റ് എന്നെ കൊണ്ട് പാടാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് ഓർമ്മ വരുന്ന പാട്ട് വന്നിട്ട് ഇപ്പോൾ ഇവള് പറഞ്ഞു എന്താണ് ഏട്ടാ നല്ല അടിപൊളി സൂപ്പർ ഹിറ്റ് പാട്ട് പറയുന്നു. പക്ഷെ എനിക്ക് SPB സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണ്. ഈ പാട്ടിൻ്റെ ഫസ്റ്റ് ലൈനിൽ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ തോന്നും. അപ്പം ഞാൻ ആ പാട്ടൊന്ന് പാടാം, ജസ്റ്റ് ഒന്ന് പാടാം. ഓക്കെ, പാട്ടെ. மன்றம் வந்த தென்றலுக்கு வஞ்சம் வர நெஞ்சம் இல்லையோ, அன்பே என் அன்பே தொட்டவுடன் சுட்டதென்ன கட்டழகு பட்ட நிலவோ, கண்ணே என் கண்ணே பூபாலவே கூடாதெனும் வானம் உண்டோ சொல், மன்றம் வந்த தென்றலுக்கு மஞ்சம் வர நெஞ்சம் இல்லையோ, அன்பே என் அன்பே. കണ്ടാ സൂപ്പർ. അതുണ്ടല്ലോ. ഇനി ഞാൻ അടുത്തത് പറയാം. ഈ ചാനൽ ഞാൻ ആദ്യം ഞങ്ങൾ ടിക്ടോക്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എന്താ പറയുക, ഏട്ടൻ്റെ പാട്ട് കുറേ പാട്ട് ഞങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ ഇടുന്ന സമയത്ത് ആരും അധികം അങ്ങനെ കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ആദ്യം തന്നെ പാട്ട് ഇട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ ആരും ശ്രദ്ധിക്കുന്നില്ല, അപ്പം നമുക്ക് കുറച്ച് വീഡിയോ ചെയ്യാം, അതിനുശേഷം നമ്മൾക്ക് ആരെങ്കിലും ശ്രദ്ധിക്കുവാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോ ചെയ്തു. അപ്പോൾ എന്താ പറയാമെന്ന് മനസ്സിലായി കാണോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് എൻ്റെ വീട് വന്നിട്ട് കൊല്ലങ്കോടാണ്. അപ്പോൾ ആ കൊല്ലങ്കോട് ഞങ്ങൾ ഈ എന്താ പറയുക മലൻ്റെയൊക്കെ താഴെയായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ആടുമേക്കും കണ്ണേ നീ പോക വേണ്ടാൻ സൊന്നിന് ആ പാട്ടുണ്ടല്ലോ, ആ പാട്ടില് ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ ട്രെൻഡായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് എന്താണെന്നറിയോ, വീഡിയോ ഒന്ന് ട്രെൻഡിൽ കൊണ്ടുവരണം, പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാക്കണം. എന്താന്ന് പറഞ്ഞു വെച്ചാൽ ഏട്ടൻ്റെ പാട്ട് ആരിലെങ്കിലും എത്തണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ എന്താ തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ വീഡിയോയ്ക്ക് വ്യൂസ് വന്നിട്ട് 65K വ്യൂസ് കിട്ടി. കാരണം ഞാൻ ചെയ്ത വീഡിയോയ്ക്കല്ല ശരിക്കും കിട്ടിയത്, ആ സ്ഥലം അത്രയും നല്ലതായിരുന്നു. അപ്പോൾ ആ ഒരു പാറയുടെ മേലെ നിന്നിട്ട് ഞാനിങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു, കാരണം നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് നല്ലൊരു ചുരിദാറൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഏട്ടൻ്റെ റിലേഷനിലുള്ള ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു, ഒരു എന്തോ എനിക്കത് അറിയില്ല എന്താ പറഞ്ഞെന്നുള്ളത്. അങ്ങനെ പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാലേ അതൊരു ക്ലാസിക്കലായിട്ട് ബന്ധമുള്ള ഒരു പാട്ടാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളുകൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടിട്ടാണ് തോന്നുന്നത് എനിക്ക് ലൈക്ക് ചെയ്തത്. നല്ല ലൈക്ക് ഉണ്ടായിരുന്നു, നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ
അതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് ഇതൊക്കെ ആയി ആ വീഡിയോ ഞാൻ അങ്ങനെ അതോടുകൂടി പിന്നെ എന്താ പറയുക ടിക്ടോക്ക് വീഡിയോ അധികം ചെയ്യാതൊക്കെ ആയി. അപ്പോൾ എനിക്കൊരു വാശിയായി. കാരണം അവരുടെയൊക്കെ മുന്നിൽ എങ്ങനെയെങ്കിലും പാട്ട് നമ്മൾ മെയിനായിട്ട് ഏട്ടൻ്റെ പാട്ട് എവിടെയെങ്കിലും എത്തണം, എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നീട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇടാൻ തുടങ്ങി. പാട്ട് അങ്ങനെ എങ്ങനെയാണെങ്കിലും എന്താ പറയുക എത്താൻ നിന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം ആ കുട്ടി എനിക്ക് ഇപ്പോഴും ഞാൻ പറയട്ടെ ഒരു നെഗറ്റീവാണ് ഒരു പോസിറ്റീവായിട്ട് വരിക എന്ന് പറയില്ല. ഇപ്പം എനിക്ക് ആ കുട്ടീനോട് ഭയങ്കര ബഹുമാനം. എന്താണെന്നറിയോ, ആ പറഞ്ഞത് കാരണം കൊണ്ട് മാത്രം എനിക്ക് വാശി കയറിയിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയുക കുറച്ചെങ്കിലും ഈ പാട്ട് ഏട്ടൻ ആരെങ്കിലും കാണണം എന്നുള്ളത് അതിനു വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ്. അപ്പോൾ ഇപ്പോൾ 4000 അവർ വാച്ച് ടൈം അവർ കംപ്ലീറ്റായി, മോണിറ്റേഷനായി. അപ്പോൾ ഈ ചാനൽ ഇപ്പോൾ ആ കുട്ടി കാണുമെന്നൊന്നും അറിയില്ല. എന്നാലും എനിക്ക് ഒരുപാട് താങ്ക്സ്. കാരണം ഒരു നെഗറ്റീവ് പറഞ്ഞതിൻ്റെ ഒരു വാശിപ്പുറത്ത് തുടങ്ങിയ ചാനലാണ്. കുറേ അധികം കഷ്ടപ്പെട്ടു ഇതിൽ എത്താനായിട്ട്. പക്ഷെ എനിക്ക് എന്നാലും സങ്കടമില്ല. എന്നാലും കാരണം ഇപ്പോഴാണെങ്കിലും എത്തിയല്ലോ. ഇത് ഇപ്പോഴും മോണിറ്റേഷൻ ആകാതെ കുറേ പേരിങ്ങനെ നിൽക്കുന്നുണ്ട്. ആരും വിഷമിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കുറേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടേ ഇരിക്കുക. എപ്പോഴെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയതുപോലെ എല്ലാവർക്കും കിട്ടുമല്ലോ ഏട്ടാ. നമ്മൾ കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഏട്ടൻ്റെ പാട്ട് ഇഷ്ടമായല്ലോ. ഇപ്പം ഇത് SPB സാറിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഏട്ടന് ഭയങ്കര ജീവനാണ്. നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് ഞങ്ങൾ ഗുരുവായൂർ അന്ന് കൊറോണ സമയം കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ കൊറോണ സമയം ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഗുരുവായൂർ തൊഴാൻ പറ്റുമെന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ന്യൂസ് കണ്ടത്. ഏട്ടൻ ആദ്യമായിട്ട് ഇപ്പോൾ സെലിബ്രിറ്റി എന്നല്ല, പൊതുവെ അങ്ങനെ ഒരാൾ മരിച്ചത് അറിഞ്ഞിട്ട് കരഞ്ഞ വീഡിയോ കരഞ്ഞത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് ശരിക്കും സാറ് മരിച്ചത് മറ്റെന്താ പറയുക അന്ന് ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഏട്ടനോട് പറയണോ വേണ്ടോ, ഏട്ടൻ ടെൻഷനാവോ? കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം SPB സാറിനെ നേരിട്ട് കാണുക എന്നതായിരുന്നു. അപ്പോൾ എനിക്കത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏട്ടനെ കൊണ്ട് പറഞ്ഞാൽ ഏട്ടൻ ടെൻഷനാവും. കാരണം നമ്മൾ ബസ്സിൽ വരുമ്പോൾ ഇങ്ങനെ ഹെഡ്സെറ്റൊക്കെ വെച്ച് ഇങ്ങനെ പാട്ട് കേട്ടിട്ട് വരുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടത്. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാവോ എന്നുള്ള ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ അത് കാണിച്ചു കൊടുത്തപ്പോൾ ആ ബസ്സിൽ വെച്ചിട്ട് തന്നെ ഏട്ടൻ ഭയങ്കര സങ്കടം. കൂടെയുള്ള ആരോ പോയതുപോലെ പെട്ടെന്ന് ഏട്ടൻ കരയുന്നത് ആദ്യമായിട്ട് ഞാൻ കണ്ടത് അപ്പോഴാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സാറിനെ കാണാൻ പറ്റിയില്ലെങ്കിലും എന്തായാലും സാറിൻ്റെ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്തായാലും സാറ് അനുഗ്രഹിക്കട്ടെ എന്ന് എന്താ പറയുക. ഇപ്പോൾ ഇല്ലാത്ത ഒരാളാണെങ്കിലും നമ്മൾക്ക് ദൈവത്തിനെ പോലെ നമ്മൾ കണ്ടിട്ട് ഏട്ടനെ അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. ഏട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ ഒരു സംഭവം എന്താ പറയുക SPB സാറിൻ്റെ കാര്യം പറഞ്ഞാലേ ഏട്ടന് ടെൻഷനാണ്. ശരി, അപ്പം എന്തായാലും ഈ ടെൻഷനും മൂടൊക്കെ മാറ്റിയിട്ട് നമ്മൾക്ക് ഹാപ്പി മൂഡിലേക്ക് വരാം. അതായത് നമ്മൾ നെഗറ്റീവ് വീഡിയോ ചെയ്തിട്ടാണല്ലോ എന്തായാലും, അതായത് നെഗറ്റീവ് വീഡിയോ പറഞ്ഞു വെച്ചാൽ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ 2024 ചെയ്തെങ്കിലും ഇപ്പോഴാണ് അതിനകത്ത് ആ വീഡിയോ ഇങ്ങനെ നല്ല വ്യൂസൊക്കെ വരാൻ. അപ്പോൾ ആ വീഡിയോയിൽ കുറേ പേര് കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നിപ്പ വൈറസ് ബാധിച്ച് മരിച്ച ലിനി സിസ്റ്ററിനെ പോലെ ഉണ്ടെന്ന്. അപ്പോൾ വീണ്ടും ആ സിസ്റ്ററിനെ നമ്മൾക്ക് ഓർക്കാനും കൂടെ ആ വീഡിയോയിൽ എന്നെ കണ്ടിട്ട് കുറേ പേര് ഓർത്തിട്ട് കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് മാലാഖ എന്താണ് എന്നുള്ളത് കാണിച്ചു തന്ന ഒരു സിസ്റ്ററാണല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഇപ്പോൾ ആ സിസ്റ്ററിന് ഈ വണ്ണം വെച്ചത് ഇങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊരു ആൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏട്ടാ, പിന്നെ കുറച്ച് പേര് കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ആരിനെ പോലെ ഉണ്ട് എന്നാണെന്ന് അറിയോ. നമ്മുടെ ഉണ്ടപ്പക്രു ചേട്ടനില്ലേ, ആ ചേട്ടൻ്റെ വൈഫിനെ പോലെ ഉണ്ട് ഞാനിന്ന്. പക്രു ചേട്ടൻ ആ പക്രു ചേട്ടൻ്റെ വൈഫിനെ പോലെ ഉണ്ട് എന്നെ കാണാനായിട്ട്. ആ വീഡിയോയില് പക്രു ചേട്ടൻ്റെ വൈഫിനെ പോലെ ഉണ്ട് എന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആരെങ്കിലുമൊക്കെ പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. അപ്പോൾ എന്തായാലും പിന്നെ പ്രേതം ഉണ്ടോ ഇല്ലയെന്ന് പറഞ്ഞതിൽ കുറേ പേര് കുറച്ചധികം പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
എന്തായാലും പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമൊന്നും അല്ലെങ്കിലും ഞാൻ അന്ന് ചെയ്തത് എനിക്ക് എൻ്റെ അനുഭവമാണ് ആ വീഡിയോ ചെയ്തത്. എന്തായാലും ആ വീഡിയോ കൊണ്ട് എനിക്ക് ഗുണമുണ്ടായത്. അതൊന്നും എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ ചെയ്ത വീഡിയോ എങ്ങനെയോ ദൈവം അനുഗ്രഹിച്ചാണോ പ്രേതം അനുഗ്രഹിച്ചാണോ എന്നറിയില്ല. ഈ പാലക്കാട്ടുകാർക്ക് ഉള്ള ഒരു സംഭവമാണല്ലേ എന്ത് ഈ പ്രേതം. അതായത് എവിടെ നോക്കിയാലും ഈ ചാത്തൻ പൊട്ടിയെ ഇങ്ങനെയുണ്ട്. പക്ഷെ ഇതൊക്കെ എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ നേച്ചറിലാണ് ഉണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്. അല്ല അതാ ഞാൻ പറഞ്ഞത്, ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ കേട്ട കഥകൾ ഒരുപാടുണ്ട്. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് അന്ന് അവിടെ ആ ഹോസ്റ്റലിൽ പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എനിക്ക് തോന്നിയത് പണ്ട് തൊട്ടേ മനസ്സിൽ പേടിയുള്ളത് കൊണ്ടായിരിക്കും അന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒരു കുട്ടി ഇങ്ങനെ മരിച്ചു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയില്ലേ. അപ്പം അതുകൊണ്ടായിരിക്കും അങ്ങനെ കണ്ടത്. കുറേ പേര് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. അത് ഓരോരുത്തർക്ക് അനുഭവം ഉള്ളവർ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടെന്ന്, ഇങ്ങനെ അനുഭവം ഉണ്ടെന്ന്. പിന്നെ ഇല്ലയെന്നും പറയുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസമാണ്. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. പ്രേതനെ കണ്ടു എന്നുള്ളത്. പക്ഷെ പ്രേതം കൊണ്ടും ഉപകാരമുള്ള ഒരാൾ ഞാനായിരിക്കും. എന്തായാലും ഇനി അത് വന്നിട്ട് படுத்துற நிமிஷம் நாள தாங்க முடியலையே, தலைவலிக்குதுடா தலைவலി. നീ പ്രേതം പറയുമ്പോഴേക്കും ഇങ്ങനെ തലതെറിച്ച് ഓടുന്ന ആളാണ് നീ. ഈ പ്രേത കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നീ എങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടാണ് നീ ശരിക്കും എനിക്കുണ്ടല്ലോ പ്രേത കഥ അന്ന് ആ പറയുന്ന സമയത്തെ ഞാൻ ഈ മേലെ ഒരു പ്രാവ് വന്നിങ്ങനെ അങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ അല്ല, അതിനേക്കാൾ എനിക്ക് പേടി എന്താ പറയോ, ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ കുറേ അധികം കമന്റ് ഉണ്ട്. 200-300 മേലെ എന്തോ കമന്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ കമന്റ് വായിച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പം നല്ല പേടി. കാരണം പ്രേതത്തിന് കണ്ടതിനേക്കാൾ പേടിയുണ്ട് കമന്റ് വായിക്കുമ്പോൾ. കാരണം ഒരുപാട് പേര് എന്നെ പോലെ കണ്ടവരുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ കൊണ്ട് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ കമന്റ് വായിക്കാനേ പേടിയായിരുന്നു. ഞാൻ രാത്രി ആ കമന്റ് നോക്കാറേ ഇല്ല. കാരണം പിന്നീട് ടെൻഷൻ അടിച്ച് കിടന്ന് ഉറങ്ങണ്ടല്ലോ, അതുകൊണ്ട്. അപ്പം പിന്നെ എന്തെങ്കിലും പറയണ്ടേട്ടാ? നമ്മൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയില്ലേ, നമ്മൾക്ക് ഒരുപാട് പുതിയ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമോ അറിയില്ല. കാരണം അറിയാലോ നമുക്കിങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാക്സിമം ആഴ്ചയിൽ ഒരു 2 വീഡിയോ എങ്കിലും ഞങ്ങൾ തീർച്ചയായിട്ടും ഇടും. അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഞങ്ങളെ അല്ലല്ല നമ്മൾ അത് ഞാൻ അന്നൊരു കഥ ഡെയിലി വ്ളോഗാണ്, ഞാൻ ഫാമിലി വ്ളോഗാണ്. അപ്പോൾ എല്ലാം അതിനകത്ത് ഇടും. ഞങ്ങൾക്ക് എവിടെയും ഇപ്പോൾ പാലക്കാടുകാരെന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഉത്സവങ്ങളുടെ ഒരു നാടാണ് നമ്മുടെ പാലക്കാട്. അപ്പോൾ നമ്മൾ ഉത്സവത്തിന് പോണത് അപ്പോൾ അങ്ങനെ പോകുന്ന വീഡിയോ, പിന്നെ വ്ളോഗ്, പിന്നെ ഇങ്ങനെ എല്ലാ വീഡിയോ ഇടും. അപ്പോൾ നമ്മുടെ കുറേ പുതിയതായിട്ട് വന്ന ഫാമിലി മെമ്പേഴ്സിനും എല്ലാവരും നമ്മൾ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഭയങ്കര സന്തോഷമാണ് എന്തായാലും. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾക്കത് കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ലേ, ആ സന്തോഷമാണ്. എനിക്കിതിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്താണെന്നറിയോ, എനിക്കിപ്പം എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആകണോ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം കുറേ അധികം പുതിയതായിട്ട് ആൾക്കാർ വന്നു. അപ്പോൾ അവർ നമ്മളെ കാണുന്നു. അപ്പോൾ നമുക്കൊരു ഫാമിലി മെമ്പേഴ്സ്, കുറച്ച് ഫാമിലി ഇപ്പോൾ വലിയ ഫാമിലി ആകണമെന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്താണ്, അപ്പോൾ എന്തായാലും അടുത്തൊരു പാട്ടും കൂടെ നമുക്ക് കേട്ടാലോ? അയ്യോ ഏട്ടാ, ഇപ്പൊ SPB സാറിന്റെ പാട്ടെന്ന് പറഞ്ഞാലേ എനിക്ക് ഞാനൊരു കാര്യം പറയാം. ഓട്ടോ ഒക്കെ ഓടിച്ചിട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണമാണ്. ഇനി നീ വീഡിയോക്ക് വേണ്ടി ഏട്ടാ അത്രയും ഞാൻ പറഞ്ഞിട്ട് ഒരു പാട്ട് പാടിയുമ്പോൾ നമ്മൾ സത്യമായിട്ട് ഞാൻ പാടിയത് ഒരുപാട് ചാട കാണിക്കാൻ. അതല്ല, ഒരു മിനിറ്റ്, നമ്മൾ ഇപ്പൊ പൊതുവെ പാട്ട് പാടാൻ അറിയുന്ന ആൾക്കാരെ കൊണ്ട് ഏട്ടാ ഒരു പാട്ട് പാടോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടോ ചോദിച്ചാൽ അവർ പൊതുവെ പറയുന്ന കുറച്ച് എന്താ പറയാ ഡയലോഗുകളാണ്. അല്ല SPB പാട്ട് പാട് പറഞ്ഞ ആരാണെങ്കിലും കുറച്ച് ആലോചിക്കും. അല്ല ചുമ്മാ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു ഇപ്പൊ പാടിയെന്ന് വന്നിട്ട് അധികം എനിക്ക് തോന്നുന്നു അധികം ആരും അങ്ങനെ അറിയാത്ത പാട്ടാണെന്ന്. അപ്പൊ ഈ വിജയിന്റെ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടും, എല്ലാ മലയാളിയാണെങ്കിലും ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് പാടാട്ടെ, വിജയന്റെ പാട്ട്. നീ ഇങ്ങനെയൊക്കെ അതായത് അങ്ങനെ ഒരു പാട്ട് പാടാട്ടാ, ഇങ്ങനെ ഒരു പാട്ട് പാടാട്ടാ പറഞ്ഞു വെച്ചാലേ സത്യമായിട്ട്
പാടാൻ മൂടുള്ള ആളടക്കം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എക്സ്പ്രഷനോട് കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും. മനസ്സിലല്ലേ? എനിക്ക് പാട്ട് പാടണം എന്നൊക്കെ ഉണ്ട്. ഞാൻ പാട്ട് പാടാണ്ടൊന്നും ഞാൻ പോവില്ല. നമ്മുടെ ചാനലിൽ എപ്പോഴെങ്കിലും പാടാലോ. അടുത്ത വീഡിയോയിൽ ഇപ്പൊ ആൾക്കാർ വരുമെന്നൊന്നും അറിയില്ല. ഇപ്പൊ നമ്മൾക്ക് വരുന്ന ആൾക്കാരിനെ എന്താ പറയാ, കൊറേ ആ വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്കായ പോലെ ഈ വീഡിയോ ക്ലിക്ക് ആവുമോന്നും അറിയില്ല. ഇപ്പൊ ഞാൻ പറയാം, പാടാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാം. ഈ വിജയ് അതായത് ഇളയ ദളപതി വിജയ്ക്ക് വന്നിട്ട് SPB സാറ് പാടിയ പാട്ടിൽ എനിക്ക് കുറച്ച് പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ എന്താ പറയുക, ഫീല്, അതായത് എനിക്ക് ആ ഫീല് വരുന്നുണ്ട്. ആ പാട്ട് നമുക്കൊന്നും കൂടി പാടണം എന്ന് തോന്നുന്ന പാട്ട് ഏതാണ് അറിയും? അതായത് ലവ് ടുഡേ പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? പടത്തിന്റെ പേര് കേട്ടിട്ടുണ്ടോ? പ്രിയமான തോഴിയും പ്രിയമായ തോഴിയൊക്കെ അടിപൊളി പടം. അങ്ങനെയുള്ള സിനിമയൊക്കെ ഉണ്ടല്ലോ, യൂത്ത്, ഭഗവതി, അങ്ങനെയുള്ള സിനിമയൊക്കെ. ക്യാപ്പ് പോയിട്ട് ക്യാപ്പ് എടുത്ത് ഇങ്ങനെ വെക്കുമ്പോ ഒരു പാട്ടിന്റെ ഒരു ലൈൻ വരും. ശരി, നിങ്ങൾ പാട്ട് പാടി, എല്ലാവർക്കും അറിയുന്ന പാട്ടാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നല്ലത്. അറിയാത്ത പാട്ടാണെന്ന് പറഞ്ഞാൽ ആരും കാണില്ല. അതായത് ആ ലൈന് മാത്രം പാടാട്ടാ. அன்பே உன் ஒற்றை பார்வை அதைத்தானே யாசித்தேன், இடையார் என்றால் கிளியே என் உயிர் போக யோசித்தேன், நான் ராண்டு தூக்கம் கெட்டு உன்னை சந்தித்தேன், காற்றும் கடலும் நிலமும் அடித்தீ கூட தித்தித்தேன், மாணிக்க தேரை உனை மலர் கொண்டு பூசித்தேன், என்னை நான் கிள்ளி இது நிஜம் தானா சோதித்தேன், மலராணியே மலர்வாணியே இனி என்னாவி உன்னாவியே, என்ன அழகு எத்தனை அழகு கோடி மலர் கொட்டிய அழகு என்னுடன் കൈ சேர்ந்ததே. ഏട്ടാ പാട്ടൊക്കെ അടിപൊളിയാണ്. പക്ഷേ അല്ലേ കുറച്ചുകൂടെ ഇത്തിരി കുറച്ചും കൂടെ മുമ്പിൽ വന്നിരുന്ന ഒരു നല്ല കുറച്ചും കൂടെ നല്ല കുറെ പാട്ടുണ്ടല്ലോ. ഇപ്പൊ SPB സാറിന്റെ പാട്ടല്ലാതെ ഞാൻ പറയട്ടെ, നമ്മളുടെ അധികം മലയാളികളാണ്. ആ മലയാളികൾക്ക് വന്നിട്ട് വിജയന്റെ പഴയ പാട്ടുകളൊന്നും അധികം അറിയില്ല. ഈ പാട്ടിന് തമിഴ് പാട്ടായാലും ശരി, ഹിന്ദി പാട്ടായാലും ശരി, മലയാളം പാട്ടായാലും ശരി, കറക്റ്റ് ആയിട്ട് അതിന്റെ ജഡ്ജ്മെന്റ് മലയാളം ഏറ്റെടുത്തവർ വേറെ ആരും ഏറ്റെടുത്തിട്ടില്ല. അതൊക്കെ ശരി തന്നെ. അപ്പൊ നീ അതിനെ കൊണ്ട് മലയാളികളെ കൊണ്ട് അത് നമ്മളെ പാലക്കാട്ടുകാർ മലയാളികളാണ് തമിഴ് പാട്ട് അത്ര പിടുത്തമില്ല എന്നൊന്നും പറഞ്ഞു വെച്ചാൽ ഞാനൊന്നും വിശ്വസിക്കില്ല. അതല്ല, ഈ പാലക്കാട്ടുകാർ ശരി. ഇപ്പൊ നിങ്ങൾ പാടി ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ആ കമന്റ് അടിക്കണേ. കാരണം ഭഗവതി സിനിമ എല്ലാരും കണ്ടിട്ടുണ്ടാവും, യൂത്ത് സിനിമ എല്ലാരും കണ്ടിട്ടുണ്ടാവും, വസീകര എല്ലാരും കണ്ടിട്ടുണ്ടാവും, പ്രിയமான തോഴി കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതുപോലുള്ള സിനിമയൊക്കെ ഉണ്ടല്ലോ, എല്ലാരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലുള്ള പാട്ടുകളൊക്കെ പാടിക്കാന്ന് വെച്ചാലേ അറിയാലേ. ഇന്നലെ വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പോ എന്തായാലും നിങ്ങളുടെ കാമുകിനെ കുറിച്ചിട്ടാണെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാലും ഇപ്പൊ വൈഫായിട്ട് ഞാനാണല്ലോ ഉള്ളത്. അപ്പൊ വൈഫിനെ കുറിച്ച് പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ട്? വൈഫ്, അതായത് ഭാര്യ. പാടട്ടെ. നിന്നെ പെണ്ണ് കാണാൻ വന്നില്ലേ? ഈ പെണ്ണ് കാണാൻ വന്നിട്ട് അന്നത്തെ രാത്രി വന്നിട്ട് ഏട്ടാ നിങ്ങൾ നന്നായി പാട്ടൊക്കെ പാടുന്നു പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിയേട്ടാ പറഞ്ഞു. പെണ്ണ് കാണാൻ വന്ന് രാത്രി തന്നെ പറഞ്ഞു. അല്ലാതെ പെണ്ണ് കാണാൻ വന്നിട്ട് ഫോൺ നമ്പറൊക്കെ വാങ്ങി സംസാരിക്കാൻ തുടങ്ങിയില്ലേ? അതിനുശേഷം നീ എന്നെ കൊണ്ട് നന്നായി പാട്ടൊക്കെ പാടുന്നതാണ് ചേച്ചി പറഞ്ഞത്. ഏത് പാട്ടാണ് പാടും? ഒരു പാട്ട് പാടുമോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് പറയുന്നത് അതുപോലെ പാടിത്തരാ, അത് തമിഴ് പാട്ടായിരിക്കണം പറഞ്ഞു. അപ്പൊ നീ ഒരു പാട്ട് പറഞ്ഞു, അത് ഞാൻ പാടിയും തന്നിരിക്കും. ആ പാട്ട് ഏതാണെന്നുള്ളത് സസ്പെൻസ് ആണ്, ഞാൻ പിന്നെ പറയാം. ഏത് ഇപ്പൊ എനിക്ക് വേണ്ടി എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പാട്ട്, നീ കേട്ട പാട്ട്, നീ കേട്ട് ഇഷ്ടപ്പെട്ട പാട്ട്, അത് ഞാൻ പാടിയിട്ടുണ്ട്. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഞാൻ വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് നന്നായി കേൾക്കണം പറഞ്ഞു വെച്ചാൽ, മ്യൂസിക് കൂടെ കേൾക്കണം പറഞ്ഞു വെച്ചാൽ അതിൽ പോയി കാണണം. മനസ്സിലായില്ലേ? ഞാൻ പറയാം. അടുത്ത ഇടയത്തിലായി പാടാട്ടാ. பூவுக்குள்ளே பிறந்ததால் வாசங்களால் பேசுகிறாள், புன்னகையில் வளர்ந்ததால் வெளிச்சம் கோடி வீசுகிறாள், மங்கையின் கன்னத்தில் மஞ்சளும் வண்ணங்கள் வந்ததும் எப்படியோ, மாலையும் வெயிலும் காலையும் வெயிலும் சேர்ந்ததால் எப்படியோ, அடி பூமியே உலகம் பூக்க
பூக்களே புத்தகம் என்று நான் வாழ்ந்து வந்தேன். இன்று பெண்களே நூலகம், கண்களே புத்தகம் உன்னிடம் கண்டு கொண்டேன். அடி பிரிய சகி சொல்லிவிடவா, அந்த நிலவை எடுத்து கவரி வீசவா, எந்த நிதயம் கொடுத்து இதயம் വാങ്ങവா. ഈ പാട്ട് പാടാൻ എനിക്ക് ശരിക്കും തൊണ്ടയൊക്കെ വരണ്ടുപോയി. സത്യം വെയിലത്ത് വണ്ടി ഓട്ടോറിക്ഷ ഓടിച്ചു വന്നിട്ടേ. ശരി, ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് പാട്ട് പാടാൻ പറഞ്ഞപ്പോഴാണ് ഇത് എന്നെ പറ്റി പാടാൻ പറഞ്ഞപ്പോ ഈ പാട്ട് പാടിയത്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമഡി ആക്കി അതെ, കൽപ്പാത്തി തേരിന് മറ്റേ അവിടെ വന്നിട്ട് ആർക്കും പാടാൻ പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട്, എവിടെയാണ്, തേനൂർ ഒരു ചെക്കനും പെണ്ണും കൂടി വന്നിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴൊരു. അവര് വന്നിട്ട് അവൻ സ്റ്റേജിൽ കയറ്റിയിട്ട് പാടിയ പാട്ട് വന്നിട്ട് കലാമണി ചേട്ടന്റെ നല്ല നാടൻ പാട്ട്, അടിപൊളി നാടൻ പാട്ടാണ് പാടിയത്. പാടിയിട്ട് അവൻ സ്റ്റേജിൽ കയറിയിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്നെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ബാത്റൂമിലുള്ളൊക്കെ പാടി ഇങ്ങനെ മൂളി പാടുന്ന പാട്ട് അങ്ങനെയേ ഞാൻ പാടുള്ളൂ. അപ്പോൾ എന്നെ വന്നിട്ട് ശരിക്കും ഈ സ്റ്റേജ് കണ്ടപ്പോൾ ഒന്ന് പാടേട്ടാ പറഞ്ഞ പ്രോത്സാഹനം കൊടുത്ത് എങ്ങനെ തള്ളിപ്പെട്ടതിന്റെ ഭാര്യയാണ് അവൻ ഐ ലവ് യു എന്ന് പറഞ്ഞു. എനിക്ക് സത്യമായിട്ട് സ്റ്റേജിന്റെ മേലെ കയറാനേ ഇതാ വേറെ, മനസ്സിലായില്ലേ? ആൾക്കാർ അതായത് ഭയങ്കര എന്താ പറയാ, നെവേഴ്സ് എന്ന് പറയുന്നില്ലേ, നെവേഴ്സ് എന്നല്ലേ പറയാ, എന്താ ഇങ്ങനെ കൈയും കാലൊക്കെ വിറച്ചിട്ട് എന്താ പറയാ, അങ്ങനെ വേർപ്പ്, അതായത് വേർത്ത് ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. അതായത് ഇത്ര ജനങ്ങളുടെ ഇടയിൽ നമ്മൾ പാടാനല്ലേ പറഞ്ഞിട്ട് അതിന് പാട്ടിന് പാടി, സ്റ്റേജിൽ പാടി. പക്ഷെ അവൻ പറഞ്ഞ പോലെ പറയണം പറഞ്ഞ വെച്ചാൽ കുറച്ചും കൂടി ഇതാണ്. പക്ഷെ അവൻ 2-3 സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അയാള്. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് ഭയങ്കര പേടി, അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നിട്ടാ. ഇത് പറയാതെ ഞാൻ പറഞ്ഞു. അപ്പൊ ആള് എനിക്ക് നല്ല ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവളാണ് എന്നെ കൊണ്ട് അത്ര വേണ്ടട്ടാ. അല്ല എന്നെ കൊണ്ട് പാടാൻ പറയണത് ഓരോ പ്രോത്സാഹനം കൊടുത്ത് ഇത് ചെയ്യാം, അത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മൈക്കൊക്കെ വാങ്ങിച്ചു തന്നു. ഫസ്റ്റ് എനിക്കൊരു മൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഏട്ടാ, ഇങ്ങനെ പോയി അത് ചെയ്താൽ മതി, എന്നാലേ സൗണ്ട് ഒന്നും കൂടി ക്ലാരിറ്റി ആവുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പാടുന്നൊക്കെ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്താ പറയാ, ആള് സൂപ്പറാണ് പറയാ. പിന്നെ നമ്മൾ ഇനി ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്ന് വെച്ചാൽ എന്തായാലും ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. നമ്മളുടെ ഫസ്റ്റ് തൊട്ട് കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നോക്കും. അപ്പൊ എല്ലാരും സപ്പോർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാരും പറയും ഇങ്ങനെ നീട്ടി ഇങ്ങനെ വലിച്ച് നീട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോക്കകത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാല് വാച്ച് ടൈം അവർ കംപ്ലീറ്റ് ആവണ്ടേ, വേഗം പറഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർത്തേന്ന് വെച്ചാലുണ്ടല്ലോ കേൾക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കട കേട്ടിട്ട് പോകാൻ പറ്റും. പക്ഷെ എനിക്കും കൂടെ ഒരു ഗുണം വേണമല്ലോ. ഹലോ എക്സ്ക്യൂസ് മീ മാഡം, ഇവിടെ നോക്കൂ, ഇനി വെച്ച് നീട്ടുന്നത് കാര്യമല്ല. ആ വെച്ച് നീട്ടുന്ന സമയത്ത് കുറച്ച് എന്താ പറയാ ലാഗ് അടിക്കണ്ടേ. ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും നാളെ എനിക്ക് മോണിറ്റേഷൻ ആവണം, വാച്ച് ടൈം അവർ കംപ്ലീറ്റ് ആവണം. അത് തന്നെ കൂടെ ഞാനിങ്ങനെ വലിച്ചു പക്ഷേ ഇനി ചെയ്യുന്ന വീഡിയോസ് ഞാൻ അധികവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അയ്യോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ഏട്ടന്റെ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാല് എല്ലാരും കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ നമ്മൾ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുന്നത്, കമന്റിലൂടെയാണല്ലോ. അപ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാരും കമന്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോക്ക് ആട്ടെ പാട്ട് പാടുള്ളൂ. അതാണ്. അപ്പൊ ബൈ. കമന്റ് ചെയ്തില്ലെങ്കിലും ഞാൻ പാട്ട് പാടും. കമന്റ് ചെയ്തില്ലെങ്കിലും പാടും, പാടാതിരിക്കാൻ പറ്റില്ലല്ലോ, എങ്ങനെയാണെങ്കിലും പാടും. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ.